എൻ്റെ ചേച്ചി വരികയാണ്. ഫൈനലി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അവിടെ പണി നടക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അവളെ ലഗേജും കൂടെ ഉള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് ലിറ്ററലി റണ്ണിങ്. ഐ എം എക്സൈറ്റഡ്. കാണുമ്പോൾ ഒക്കെ ഉള്ളു നമുക്കിഷ്ടപ്പെട്ടവരെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പം നെഞ്ചിങ്ങനെ പടപെട്ടാകുന്നിരിക്കും. ആ ഒരു ഇതെപ്പോഴും എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇന്ന് ചേച്ചി ഇന്നൊരു വർക്കിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ചേച്ചി കൊച്ചിയിൽ വന്നാണ്. ചില സമയത്ത് വരാറുണ്ട്, പക്ഷെ വ്ളോഗൊന്നും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലേ. ഗോബൂസ് വന്ന ഉടനെ തന്നെ നമ്മൾ റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിനു ശേഷം ഗോബൂസ് പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. ഏത് ഗോബൂസിന് ചിക്കൻ ലോലിപോപ്പ് ആണെങ്കിൽ അത് എനിക്ക് പുറത്ത് പോകാനും ഇഷ്ടമാണ്. ഗോബൂസിൻ്റെ ഇഷ്ടം ഏതാ? ഗോബൂസിനുണ്ട്, കുഴപ്പമില്ല. ചിക്കൻ ഞാൻ എൻ്റെ ചേച്ചി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് റിയലൈസ് ചെയ്യുന്നത് ഇത്തരം സിറ്റുവേഷൻസിലാണ്. കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് ടക്ക് 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 എന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയെ കണ്ട് കുറച്ച് നേരം വരെയും. ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റായിട്ട് ഇപ്പോൾ നിയർ ടു 8 years ആവാൻ പോകുന്നു. ഞാൻ കൊച്ചിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ചേച്ചിയാണ്. കാരണം വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ വീട്ടിലേക്ക് പോവാറുണ്ട്. പക്ഷേ ചില സമയത്ത് കൊച്ചിയിൽ നിന്നും അങ്ങോട്ട് പോകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല, ട്രാവലിങ്ങിൻ്റെ ഇഷ്യൂസ് കാരണം. അതൊക്കെ എൻ്റെ ചേച്ചി പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഗോപിക ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയാണ് ദീശുവിനെ നോക്കുന്നത്. അച്ഛൻ ട്യൂഷനൊക്കെ പോയാൽ തിരിച്ചു കൊണ്ടുവരും. കൂടാതെ തന്നെ ഞാൻ പലപ്പോഴും ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ഞാൻ വീട്ടിലുണ്ടാവാറില്ല. അതെൻ്റെ ചേച്ചി മനസ്സിലാക്കി പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതിന് നന്ദിയൊന്നും പോരാ. എൻ്റെ ചേച്ചിയെ പോലെ നല്ല മനസ്സുള്ളവർക്ക് ദൈവം ഉണ്ടാവും കൂടെ എപ്പോഴും. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കുറച്ചൊന്ന് നടന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് നടക്കാൻ. ഇപ്പൊ കൂടിയൊരു സാധനം ചുമ. എൻ്റെ ഫ്രണ്ടാ. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഇപ്പം നാളെ കാണാം. ഞങ്ങൾ ഉറങ്ങട്ടെ. ഞാൻ കുറേ വെബ് സീരീസും കണ്ട് കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടത് ചേച്ചി കിടന്നു. എവിടെ ഗോബൂസ് സേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ നന്നായിട്ട് ഉറങ്ങി. കണ്ണിൽ വെട്ടം അടിച്ചപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പോയിട്ട് 2 ചായ ഇട്ടു, എനിക്കും ചേച്ചിക്കും. വീക്ക്ലി വൺസ് ഞാൻ ഹെയർ പാക്ക് ഇടാറുണ്ട്. അതാണ് തലയിൽ ഈ വൈറ്റ് കളറിൽ കാണുന്നത്. പിന്നെ നൈറ്റ് ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് മാത്രം ഒന്ന് ക്ലീനായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെ സഡൻലി അങ്ങ് ഇറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടാക്കാം, ഞാനും വരുന്നു കൂടെ താഴെ വരെ എന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ കഴുത്തിലൊക്കെ അപ്പോഴും കിടപ്പുണ്ടാകും നൈറ്റ് ക്രീം. ഇപ്പം ചേച്ചിയെ കൊണ്ടുവിടാൻ പോയ ഈ ഒരു ഓൾ സെക്ഷൻ തന്നെ ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്ന് കുറച്ച് നേരം ആലോചിച്ചു. വല്ലപ്പോഴുമാണ് ചേച്ചി വരുന്നത്, ഫാമിലി വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചില്ല. എനിക്ക് കൂടെ പോകണം എന്നായിരുന്നു, ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. പിന്നെ ഞാൻ കരുതി അപ്ലോഡ് ചെയ്യാം. ബി റിയൽ. ചില സമയത്ത് ഇത് സംഭവിക്കാറുണ്ട് എല്ലാവർക്കും. ക്യാമറയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. എനിക്ക് ആ ദിവസം ആ രാവിലെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഗുഡ് മോർണിംഗ്. ചേച്ചി മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കേള്? എനിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ പിടിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഇരിക്കട്ടെ എന്ന്, തിളങ്ങട്ടെ എന്ന്. കുറച്ച് ഓവറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു കുറച്ച് ഓവറാവണം. 2-3 പിക്ചേഴ്സ് ഒന്ന് എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊരു 2-3 പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് യൂബർ ബുക്ക് ചെയ്തിട്ട് പോകണം. ബൈ ബൈ ബൈ. ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് പല്ല് പോലും തേക്കാതെയാണ് വന്നത്. ഹലോ ഹലോ ഹലോ. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും എടുത്താം. യൂബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ വരാനായിട്ട്. യൂബർ വരെ എത്ര മിനിറ്റ് ഉണ്ടോ നോക്കട്ടെ. അവിടെ പൂവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തല വെച്ചത്. ഇപ്പുറത്തും കൊണ്ട് വെച്ചാലോ ഗോപി? എന്താ പറയുക, വട്ടാണെന്ന് പറയുന്നത് കണ്ട് ഒന്നിൽ ഞാനങ്ങ് ഒതുക്കി. ഈ പൂവിന് കുറച്ചൊരു കുറച്ച് വലുതായിപ്പോയി. അതുകൊണ്ട് എന്തൊക്കെയൊക്കെ ഒരു ഫീലിംഗ്. മറ്റേ കുറച്ചും കൂടെ ചെറുത് വെച്ചിരുന്നെങ്കിൽ നല്ലതാണോ? എത്ര ടൈമിങ് എത്ര ഉണ്ടോ നോക്കട്ടെ.
ഫാമിലിയിൽ മൊത്തത്തിൽ എൻ്റെ ചേച്ചി ഒരു സ്വീറ്റ് പേഴ്സണാണ്. അപ്പം എല്ലാവരും വിചാരിച്ചു ലൈഫിൽ ഗോകുല ഭയങ്കരമായിട്ട് ഇപ്പോൾ അങ്ങ് സെറ്റാക്കി കളയുന്നില്ല, അല്ല ഗോപിക? പക്ഷെ നേരെ തിരിച്ചാട്ടോ. പക്ഷെ അവളുടെ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഓവർ കോൺഫിഡൻറ്റും നല്ലതല്ലെന്ന്. നിൻ്റെ അഭിപ്രായം എന്താ? കുറച്ച് ഓവറല്ലേ ഞാൻ? എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചിലർക്ക് ടൈം എടുക്കും, ചിലർക്ക് ഉറക്കെ പറയാ. ചിലർക്ക് ടൈം എടുക്കും, ചിലർക്ക് ടൈം എടുക്കത്തില്ല. അതാണ്. പക്ഷെ എൻ്റെ ചേച്ചിയിൽ ഞാൻ ഹാസ് ഓഫ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയണ ലൈഫ് മനസ്സിലാക്കിയിട്ട് അവൾ പിക്ക് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ലല്ലേ. അപ്പോഴും ഞാൻ ഒരു സ്റ്റബേൺ ആണോ എന്ന് എനിക്കറിയില്ല. അതിനെന്ത് പറയും, ഞാൻ ഇത് തന്നെയാണ് എനിക്ക് ആവശ്യം, ഇത് തന്നെ. പക്ഷെ അവൾ അങ്ങനെ ആയിരുന്നില്ല. അവൾ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ജോബ് എന്താണോ നമ്മളത് തിരഞ്ഞെടുത്തേ പറ്റും. നമ്മൾ അങ്ങനെ ആണ് ലൈഫ് എന്നുള്ളത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തു എൻ്റെ ചേച്ചി. അതിന് ഞാൻ എൻ്റെ ചേച്ചിയെ സമ്മതിക്കാം കേട്ടോ. രണ്ടുപേരും അങ്ങനെ അംബീഷ്യസ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ തീരുമാനമായി എന്ന് പറയുന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെ മൂത്ത ആൾ, എനിക്കൊന്ന് മൂത്ത ഒരാളായതുകൊണ്ടും ആയിരിക്കാം തോന്നുന്നു അവർ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ ഇളയതായിരുന്നെങ്കിൽ ചേച്ചി ചിലപ്പം എന്തെങ്കിലും എനിക്കങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല. ഗോപൂസിന് മനസ്സിലായി കാണും. ഞാൻ വരില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് ആവശ്യം വണ്ടിയുടെ. എനിക്ക് എന്നിട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും തമാശയെന്ന്, പക്ഷെ ഞാൻ ചൂസ് ചെയ്ത ഫീൽഡ് കാരണമാണ്. ഐ എം സോ നമ്മൾ ഒന്ന് സ്കിൻ അവിടെ ഇവിടെയും പോറിയാൽ പിന്നെ 6-7 മാസം കിടക്കണം. കൊച്ചിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന എനിക്ക് ആ പരിപാടി നടക്കില്ല. മറ്റുള്ളവർ പറയുന്നത് പോടേന്ന് പറയും. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് നോ വൈ. ചേച്ചിയൊക്കെ എപ്പോഴും പറയാറുണ്ട് നീ എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ് പറയാം. പക്ഷേ ഗോബൂസ് എന്നോട് 2 വീലർ എടുക്കണം എന്ന് പറയുകയാണ് എക്സ്പെൻസ് കാരണം. എനിക്ക് കാറാണ് ഇഷ്ടം എന്ന് കൺവിൻസ് ചെയ്യുന്നൊരു കോൺവെർസേഷനാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. Day 2 ചേച്ചി മീറ്റിങ്ങിന് പോയിട്ട് വന്നു. എഗെയിൻ നമ്മൾ നടക്കാനിറങ്ങി. സെയിം ഞങ്ങൾ പാഴ്സൽ മേടിച്ചു അവിടെ. ടേക്ക് കെയർ ചെയ്യണം അല്ലേ? അങ്ങനെ ഗോപിക അതിന് ഫുഡ് കഴിക്കാൻ പറ്റി. ഇപ്പോൾ ഒരെണ്ണം പാഴ്സൽ മേടിച്ചു. ഞങ്ങൾ പോവുക. കുറച്ച് നേരം ആസ് യൂഷ്വൽ നമ്മൾ പാർക്കിൽ പോയി. അതുമല്ലാണ്ട് പിന്നെ ഫുഡ് അവിടെ താഴെ ഇരുന്ന് തന്നെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഈ ദിവസം അങ്ങ് പെട്ടെന്ന് പോയി അല്ലേ ഗോപസേ? സമയം പെട്ടെന്ന് പോകും. തീർച്ചയായിട്ടും നാളത്തൊരു ചേച്ചി യൂസ് ചെയ്യും. ഓക്കെ. വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് സീസണാണ്. അപ്പോൾ എൻ്റെ ഫേസ് ഡൗൺ ആയിട്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ ഉത്സവങ്ങൾ നീ അറ്റൻഡ് ചെയ്തിട്ടില്ല, വീട്ടിലേക്ക് വാ, ഇപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അതാണ് നല്ലതെന്ന് തോന്നുന്നുവെന്ന്. എൻ്റെ വിശ്വാസങ്ങളെ എൻ്റെ ഫാമിലി റെസ്പെക്റ്റ് ചെയ്തു. അതുപോലെ അവരുടെ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. വർഷങ്ങളിൽ പല നാളുകളിൽ ഞാൻ ഡൗൺ ആയിട്ടിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോഴെല്ലാം എനിക്കൊന്ന് ചർച്ചിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് ചേച്ചിയും അമ്മയും അച്ഛനും. ചേച്ചി വിളിച്ചു, കൂട്ടിന് ഞാൻ പോയി. ക്ഷേത്രത്തിൽ നിന്ന് ചേച്ചി ഇറങ്ങിയപ്പോൾ കുറുതൊട്ട് തന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. ദൈവം ഒന്ന് തന്നെ പല പേരുകളിൽ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾ വിളിച്ചോളൂ. വിശ്വാസങ്ങൾ നമുക്ക് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് സ്വയം തോന്നിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി പറയാട്ടോ. ബൈ മലയാളീസ്. ചേച്ചി ലവ്.